ലോകത്തിലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പീഡനം എന്താണെന്നറിയോ? തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് വെച്ചാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊന്ന് വിശ്വസിക്കുക, ആരെങ്കിലും ഒന്ന് പറയുന്നത് മനസ്സിലാക്കി, എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഒരാൾ എപ്പോഴും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാമെന്നറിയോ? നമ്മൾ പറയുന്ന കാര്യം ആരും കേൾക്കാനില്ല എന്നറിയുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആളെക്കുറിച്ച് പറയാൻ 1000 കഥ ഉണ്ടാവും. പക്ഷെ മരിക്കുന്ന വ്യക്തിക്ക് ഒരു കഥ മാത്രം പറയാനുണ്ടായിട്ടുള്ളൂ, അത് കേൾക്കാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല ആ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളേ ഉള്ളൂ, മനസ്സിലായ? വി ഹാവ് ടു ബി സ്ട്രോങ്. നമ്മളായിട്ട് ജീവിക്കുക. ചില മനുഷ്യന്മാരുണ്ട് എല്ലാത്തിനും കുറ്റം കണ്ടെത്തുന്നവർ, ഓർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് കുറച്ചേലും ബുദ്ധി ഉണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ. നമ്മൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നമ്മളെ പ്രോബ്ലം അല്ല, അത് ഓരോ പ്രോബ്ലമാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ റിസ്ക് എടുത്ത് ഒന്നും ചെയ്യണ ആവശ്യമില്ല. എല്ലാവരോടും നല്ലോണം സംസാരിച്ചിട്ട് നല്ല ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിച്ച് കാണിച്ചു കൊടുത്താൽ മതി. നമ്മൾ ആരൊക്കെ ഇഷ്ടപ്പെടുന്നത് നോക്കണ്ട, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. നമ്മൾ അവരോട് നല്ലപോലെ സംസാരിച്ചിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മതി. അവർ സംസാരിക്കുന്നോ അവർ സംസാരിക്കാതിരിക്കുന്നോ ഒക്കെ അവരുടെ ചോയ്സ്, അത് അവരുടെ ഇഷ്ടം. ഞാൻ വീണ്ടും എടുത്ത് പറയണേ, നമ്മളായിട്ടിരിക്കുക. ഞാനൊരു സീക്രട്ട് പറഞ്ഞിട്ട്, ഇനി ലോകത്തുള്ള മെജോറിറ്റി ആൾക്കാർ പ്രോബ്ലം എന്താണെന്ന് അറിയാം? അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും എന്ന്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ച ലൈഫിൽ നമ്മൾ പരാജയപ്പെട്ടുള്ളത്. അതറിയോ? പിന്നല്ലേ, നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. നിങ്ങളെ സ്വഭാവം മാറ്റണം, സംസാര രീതി മാറ്റണം, അങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ കുറേ 100 കണക്കിന് ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴും ഞാനെന്താ നിങ്ങളുടെ അടുത്ത് പറയണത്? നമ്മൾ എന്ത് വന്നാലും നമ്മളൊരു ഐഡൻറ്റിറ്റി, നമ്മളൊരു പേഴ്സണാലിറ്റി അതെങ്ങനായാലും മാറ്റരുത്. അത് എന്തൊരു ജോബിനായിക്കോട്ടെ, നമ്മളെ ലൈഫിൽ എന്ത് വന്നാലും നമ്മളൊരു ഐഡൻറ്റിറ്റി, നമ്മളൊരു പേഴ്സണാലിറ്റി അത് നമ്മൾ മാറ്റരുത്. ഒരാൾക്ക് വേണ്ടിയിട്ടും നമ്മളെ ക്യാരക്ടർ നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മളെപ്പോഴും എന്തായിട്ടിരിക്കണം? നമ്മളായിട്ടിരിക്കണം. സത്യം പറയല്ലോ, ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ എന്നെക്കൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യിപ്പിച്ചത് ആരാന്ന് പറയുന്നത് നിങ്ങൾക്ക്? ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ? ആ വീഡിയോക്ക് ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് കാരണമാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഇന്നിടാൻ തോന്നിയത്.